കേരള സർവകലാശാല അധികാരപ്പോരിൽ വൈസ് ചാൻസലർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരം സിൻഡിക്കേറ്റിനെന്ന് നിരീക്ഷിച്ച കോടതി സിൻഡിക്കേറ്റിന് മുകളിലല്ല VC എന്നും ഓർമ്മപ്പെടുത്തി. VCയെ നിയമപരമായി നേരിടാനാണ് ഇടത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ വൈസ് ചാൻസലർക്ക് തിരിച്ചടിയാവുന്ന തരത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്ത് അധികാരം ഉപയോഗിച്ച് എന്ന് ചോദിച്ച കോടതി സിൻഡിക്കേറ്റിന് മുകളിലല്ല VCയുടെ അധികാരമെന്നും സൂചിപ്പിച്ചു. സസ്പെൻഷൻ വിവരം സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ VCയുടെ ഉത്തരവാദിത്തം പൂർത്തിയായി. മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണെന്നും കോടതി നിരീക്ഷണം. കേസ് വീണ്ടും മറ്റന്നാൾ പരിഗണിക്കും. വലിയ വിമർശനമുണ്ടായിട്ടും പിന്നോട്ടു പോകാൻ VC ഇപ്പോഴും തയ്യാറായിട്ടില്ല. കോടതി നിരീക്ഷണം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ വിളിച്ച ജീവനക്കാരുടെ യോഗത്തിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. ഇടതംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നും എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ടതുമായിരുന്നു VCയുടെ അധിക്ഷേപം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും മോഹനൻ കുന്നുമ്മൽ ആരോപിച്ചു. ഇതിനിടെ വൈസ് ചാൻസലറുടെ കടംപിടുത്തം മൂലം NCC NSS ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ചേരേണ്ടിയിരുന്ന സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും മാറ്റിവെക്കേണ്ടി വന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.